പുറത്ത് കൊണ്ടുപോയ ആക്ടേഴ്സ് അവര് അവിടെ പ്രേമിച്ച് വട്ടം ചുറ്റി നടക്കുകയാണ്. അവരെന്ത് ചെയ്താൽ ഷൂട്ടിന് വരുന്നില്ല. അപ്പൊ ഫാദർ തോമസ്, ഫക്രിയയുടെ ഗർഭിണികൾ, ഫ്രൈഡേ, മങ്കിപ്പെൻ, പെരിച്ചായി എന്നീ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ച ഒരു സംവിധായകയല്ല, നിർമ്മാതാവായിരുന്നു. അതുപോലെ ഒത്തിരി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുമുണ്ട്. ചില പ്രശ്നങ്ങൾ, ചില സംഘടനകളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചില തുറന്നു പറച്ചിലുമാണ് ഇന്ന് നമ്മൾ വാർത്താ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാദർ തോമസ് ഈയിടെ ഒരു 2 മാസം മുമ്പാണ് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്. പിന്നെ നമ്മളിപ്പോഴാണ് ശ്രദ്ധിച്ചു കേട്ടോ, ആ തുറന്നു പറച്ചിൽ ഒരു 1.5 ഞെട്ടിക്കലായിരുന്നു. പല വിഘ്ന് വീഴുന്നു അല്ലേ. അപ്പം ആ തുറന്നു പറച്ചിൽ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് അവർ പറയുന്നത്, ഒരു നായകനും ഒരു നായികയും ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പുറത്തു പോകും. അതിൻ്റെ സംവിധായക ഒരു സ്ത്രീയാണ്, നിർമ്മാതാവും സ്ത്രീയാണ് എന്നാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. ആരാണെന്ന് അവർ തുറന്നു പറയുന്നില്ല. ഏകദേശം വിദേശത്തായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒത്തിരി നാൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സംവിധായക വല്ലാതെ അറിഞ്ഞു. നായകനെയും നായികയും നോക്കിയാൽ കിട്ടത്തില്ല. കാര്യം അവർ പലപ്പോഴും പ്രേമിച്ച് നടക്കുകയാണ് അല്ലേ. അങ്ങനെ അവരൊരു വല്ലച്ചാരി പണം ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ടു. നായകനും നായികയുടെയും കയ്യിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇവർക്കുണ്ടായില്ല എന്ന് ഈ സംവിധായക വളരെ വിഷമത്തോട് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. നായകനും നായികയും ആരാണെന്നറിയാനുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ അവതാരകയ്ക്കും ഉണ്ടായിരുന്നു. അവർ കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. സാന്ദ്ര തോമസ് ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. നമുക്ക് ആ അഭിമുഖം ഒന്ന് കേൾക്കാം. എന്നെ വിളിച്ച് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവര് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ആക്ടേഴ്സ് അവരവരുടെ ഇഷ്ടത്തിന് ഷോപ്പിങ്ങിന് പോകുന്നു, അവരവരുടെ ഇഷ്ടത്തിന് അപ്പാർട്ട്മെന്റിൽ പോകുന്നു, അവർ ഇറങ്ങി വരുന്നില്ല, അവർ ഷൂട്ടിന് വരുന്നില്ല. ഇവരെ പുറത്ത് കൺട്രിയിൽ കൊണ്ടുപോയി ഷൂട്ടിന് വേണ്ടി പുറത്ത് കൊണ്ടുപോയ ആക്ടേഴ്സ് അവര് അവിടെ പ്രേമിച്ച് വട്ടം ചുറ്റി നടക്കുകയാണ്. അവരെന്ത് ചെയ്താൽ ഷൂട്ടിന് വരുന്നില്ല. അപ്പൊ അത് നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ സംവിധായകനും ഇടപെടില്ലേ? സംവിധായകനാണ് ഇത് പറഞ്ഞത്. അപ്പം വനിതാ സംവിധായകൻ ഇനി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാം. അല്ല, ഞാൻ ചോദിച്ചത് വനിതാ സംവിധായകയാണോ പ്രൊഡ്യൂസറാണോ പറഞ്ഞെന്നാ ഞാൻ രണ്ടുപേരും ഇതിങ്ങനെ പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെല്ലാവരോടും ഡിസ്കസ് ചെയ്തത് പുറത്തൊരു ഇതായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആക്ടേഴ്സ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഷൂട്ടിന് വന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് പോകണം എന്ന് പറയാൻ പോലും പറ്റില്ല. ഇത് കേട്ടപ്പോൾ മുതൽ ഇതാരാണ് എന്നറിയാനുള്ളൊരു താല്പര്യമല്ലേ, നമുക്ക് അങ്ങോട്ട് അടക്കാൻ പറ്റത്തില്ല. ഇത് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ അന്വേഷണ സംഘത്തെ ആശ്രയിച്ചാൽ മതിയല്ലോ. അന്വേഷണ സംഘം ആരാ? ഏത് ഇൻ്റർവ്യൂവിൻ്റെ താഴെയും ആരും കാണാത്ത ഉത്തരങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളാണ് ഈ കമൻ്റ് ഇടുന്നവർ. ഞാൻ മിക്കവാറും ഏത് വീഡിയോയ്ക്കും താഴെയുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കിയിട്ട് ആ വീഡിയോയുടെ എന്തുമാത്രം കൊള്ളാമെന്ന് കണക്കാക്കുന്നത്, ആ ഇൻ്റർവ്യൂ എന്തുമാത്രം കൊള്ളാമെന്ന് കണക്കാക്കുന്നത്. നമുക്ക് ആ കമൻറ്റുകൾ നോക്കാം. കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് ഏത് സിനിമയാണ്, നായകനും നായികയും ഏതാണ് എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് തരിക. നമുക്ക് വേറെ ഇതൊന്നുമില്ല. നമുക്ക് ആ കണ്ടുപിടുത്തത്തിലേക്കൊന്ന് പോവാം. പലരും പറയുന്നത് അത് പൃഥ്വിരാജും പാർവതി ആണ് ആ നായകനും നായികയും. മൈ സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രമാണത്. അതിന് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, മൈ സ്റ്റോറി എന്ന ചിത്രം വിദേശത്താണ് ഷൂട്ട് ചെയ്തത്. 2016 ഷൂട്ട് ചെയ്ത ചിത്രം 2-3 കൊല്ലം അതിൻ്റെ പുറകെ സംവിധായകൻ പോയതായിട്ട് ആ സംവിധായകൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. യുവനടനും യുവനടിയുമാണ് നമ്മുടെ പാർവതിയും പൃഥ്വിരാജും. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒത്തു വരുന്നുണ്ട്. അതുപോലെ സംവിധായിക സ്ത്രീയാണ്,
അതുപോലെ നിർമ്മാതാവും സ്ത്രീയാണ്, രണ്ടുപേരും ഒരാളായിരുന്നു. അപ്പോൾ അവരാണ് സാന്ദ്ര തോമസിനോട് പറഞ്ഞതായിട്ടാണ് നമ്മുടെ കമൻറ്റിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇത് എന്തുമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല, പക്ഷേ സാഹചര്യ തെളിവുകൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് 6 കൊല്ലം മുമ്പ് ഇതിൻ്റെ സംവിധായക ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പൃഥ്വിരാജിനെ പാർവതിയെ പറ്റി. മൈ സ്റ്റോറി എന്ന പടത്തിൻ്റെ സംവിധായിക റോഷ്നി ദിനകർ, നമുക്കതൊന്ന് കേൾക്കാം. പൃഥ്വിരാജും പാർവതി അവർ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വരാണ്ടിരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയും പ്രശ്നം വരുമ്പം പ്രോബ്ലി അറിയില്ല. എന്നോട് പറഞ്ഞിരുന്നു വീഡിയോ ഒരു ക്യാമറ അയക്കുമായിരുന്നെങ്കിൽ അവർ വീഡിയോസ് അല്ല. ഇവരെ രണ്ടുപേരെയും നമ്മൾ വിലയിരുത്തിയാൽ മുൻപ് ചിത്രങ്ങൾ ഇറങ്ങിയ സമയത്ത് ചാനലുകളിലും മറ്റും പോയി തന്നെ പ്രൊമോഷൻ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിലുണ്ട്. പൃഥ്വിരാജ് എന്തായാലും ഉണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങിയ സമയത്ത് രാത്രി 9 മണിയുടെ ചർച്ചയ്ക്ക് പോലും അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ മറ്റ് സിനിമകൾ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഈ സിനിമ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? അതെനിക്ക് അറിഞ്ഞൂടാ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലായിടത്തും. ഇപ്പം അവർ വന്നിട്ടില്ല, അവരത് എന്താണ് മേ ബി ദ റീസൺ അവർ പല ചോദ്യങ്ങളും വേറെ രീതിയിലേക്ക് ഡൈവേർട്ടായി പോകും ചോദ്യങ്ങൾ. മോർ ദൻ ദ സിനിമ ഇറ്റ് വിൽ ബി ഡൈവേർട്ടഡ് ടു മെനി അതർ തിങ്സ്. അതിനപ്പുറത്ത് അവർ ഈ പ്രൊജക്റ്റിൽ കൺവിൻസ്ഡ് അല്ല. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് അങ്ങനെയായിരിക്കും. അവർ കണ്ടിട്ടേ ഇല്ലല്ലോ എൻഡ് പ്രൊഡക്റ്റ്. അവർ സിനിമ കണ്ടില്ല. They have not seen. Both of them have not seen the end product. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് കാണാതിരിക്കുക എന്നുള്ളത് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. ഇല്ല, ഉണ്ടായിരുന്നില്ല. എൻ്റെ പാർവതി US പോയി. ഞങ്ങൾ ഡബ്ബിങ് കഴിഞ്ഞ ഉടനെ പാർവതി US പോയി. പൃഥ്വി മറ്റേ ഇതിനു വേണ്ടി പോയിട്ട് എന്താണ് ഹിമാചലിൽ പോയിട്ട് വന്നത് എപ്പോഴാണ്? ഒരു പ്രിവ്യൂ കാണാൻ പോലുള്ള സൺമൻസ് കാണിച്ചില്ല, ഉണ്ടായിരുന്നില്ല അവരിവിടെ. ഒരു സംവിധായകയുടെ ആത്മരോധന അല്ലേ, അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവർക്കുണ്ടാകും ഒത്തിരി പ്രതീക്ഷകളായിരുന്നു. അതെല്ലാം തകർത്തത് ഈ പാർവതിയും പൃഥ്വിരാജും യാതൊരുവിധ സഹകരണവും നടത്തിയില്ല എന്ന് പറയാം. ഞാൻ ഇതിനു മുമ്പ് ആ കാലത്ത് ഈ പല സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലും വന്നേക്കുന്ന ഒരു ഗോസിപ്പിൻ്റെ കഥ പറയാം. അന്ന് പലരും പറയുന്നുണ്ടായിരുന്നു പാർവതിയും അതുപോലെ പൃഥ്വിരാജിനെ ഒരു കാരണവശാലും സുപ്രിയ, പൃഥ്വിരാജിൻ്റെ ഭാര്യയാണ്, ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് പ്രൊമോഷനുമായി പാർവതി ഉണ്ടെങ്കിൽ വിടത്തില്ല എന്നും, കാരണം ഇവർ തമ്മിലുള്ള പ്രേമം വീട്ടിലറിഞ്ഞുവെന്നും അതുകൊണ്ട് പൃഥ്വിരാജും പാർവതിയുമായിട്ട് ഇനി ഒരു പടത്തിലും അഭിനയിക്കരുത് എന്ന് ചട്ടം കിട്ടിയിട്ടുണ്ടെന്നും ഉള്ളൊരു ഗോസിപ്പ് ആ കാലത്ത് പടർന്നു വന്നിരിച്ചായിരുന്നു. ഇതും സത്യമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, മൈ സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം പൃഥ്വിരാജും പാർവതിയും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എന്നും നിന്റെ മൊയ്തീൻ അതുപോലെ തന്നെ ഒത്തിരി ചിത്രങ്ങളിലെ നല്ല ജോഡിയായിട്ട് സൂപ്പർ ജോഡിയായിട്ട് വിലസിയിരുന്ന ഒരു നടനും നടിയുമാണ് പൃഥ്വിരാജും പാർവതിയും. പക്ഷേ മൈ സ്റ്റോറി നടന്നതിന് ശേഷം 2018 ഇറങ്ങിയത്. അതിനുശേഷം ഒരു ചിത്രത്തിൽ പോലും ഇവർ നായകനും നായികയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ആ ഗോസിപ്പ് എന്തുമാത്രം സത്യമാണ് എന്ന് ഒരു ആക്കം കൂട്ടുന്നുണ്ടല്ലേ. ചില ഗോസിപ്പുകൾ സത്യമാകാം, നമുക്ക് പക്ഷേ നേരിട്ടുള്ള അറിവില്ല. അതാണ് ഇതിനുള്ള പ്രത്യേകത. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലെ കമൻ്റ് ഇടുന്നവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് പാർവതിയും പൃഥ്വിരാജുമാണ്. സാങ്കേതിക തെളിവുകളും ഇത് നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ഏതായാലും പാർവതി WCCയുടെ സ്ഥാപക നേതാവ്, ഒരു ധീര വനിതയെന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തി. അപ്പം ആ വ്യക്തി തന്നെയാണ് ഈ പടത്തിലെ നായികയായിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകയും എല്ലാം ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഈ പാർവതിയുടെ നിലപാട് എന്തുമാത്രം ശരിയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ പല കമൻറ്റുകളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പൃഥ്വിരാജ് മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഇപ്പം അമ്മ സംഘടനയുടെ പ്രസിഡൻ്റ് ആകാൻ പറ്റിയ വ്യക്തി. WCCയും ഈ അമ്മ സംഘടനയിലെ എന്താ പറയുന്നത് എതിരാളികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് പൃഥ്വിരാജ്. അപ്പം പൃഥ്വിരാജും പാർവതിയും പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ട് വരണം എന്നാണ് അന്ന് ഈ മോഹൻലാലിനെതിരെയൊക്കെ നീങ്ങിയവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പൃഥ്വിരാജിനെ പ്രസിഡന്റ് ആക്കുന്നില്ല, പാർവതി സെക്രട്ടറി ആക്കി കൂടെ എന്നൊക്കെ. അപ്പോൾ ഈ കഥകളെല്ലാം സത്യമാണെങ്കിൽ ഒരു തരത്തിനും സുപ്രിയ സമ്മതിക്കാൻ പോകുന്നില്ല അല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അതൊക്കെ ഒരു ഗോസിപ്പായിട്ട് നമുക്ക് എടുക്കാം. സാന്ദ്ര തോമസ് ഇത് വ്യക്തി ആരാണെന്ന് പറയുന്നിടം വരെ ഇതെല്ലാം വെറും ഗോസിപ്പുകളാണ്.
അപ്പം എല്ലാം നമുക്ക് നോക്കിക്കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.